ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓഫ് ലേണിംഗ് എന്നുള്ളതിന്റെ ഭാഗവും പഠിച്ചു. അതേപോലെ തന്നെ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസിൽ കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ്. അടുത്തായി നമുക്ക് നോക്കാനുള്ളതാണ് യൂസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഓർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇത് ഞാൻ പല ക്ലാസ്സുകളായിട്ട് എടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളത്? ഇതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത് മാത്രമായിട്ട് ചോദിച്ചാൽ എഴുതേണ്ടതായിട്ടുള്ള പോയിന്റുകളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അതിലൊന്ന് എന്താണ് കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതും അതേപോലെ തന്നെ എയിംസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും. ഈ രണ്ട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം വരുന്നുണ്ട്. ആ പോയിന്റ്സുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ക്യാരക്ടറിസ്റ്റിക്സും ഫംഗ്ഷൻസും മെറിറ്റ്സും ഡിസ്അഡ്വാൻറ്റേജസും നിങ്ങൾ എഴുതി പിടിപ്പിച്ചാൽ മതി. അതുകൂടാതെ അവസാനമായിട്ട് വരുന്നതാണ് റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഈ നോട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതുമായിരിക്കും. ആ അയച്ചു തന്നിട്ട് അത് വായിച്ച് ഉപയോഗിച്ച് തന്നെ പഠിച്ചാൽ മതി. ഒന്ന് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, എയിംസ് എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ മൂന്നാമതായിട്ട് ടീച്ചറുടെ റോളും മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക്സും ഫംഗ്ഷൻസും മെറിറ്റ്സും ഡിസ്അഡ്വാൻറ്റേജസും ഉൾപ്പെടുത്തുകയും കൂടി ചെയ്യാം. നമുക്ക് പോയിന്റിലേക്ക് പോവാം. എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഈസ് എ മെത്തേഡ് ഫോർ അസസിങ് സ്റ്റുഡൻസ് ദാറ്റ്സ് ഡിഫറെന്റ് ഫ്രം ട്രഡീഷണൽ വൺ ടൈം ടെസ്റ്റ്സ്. അതായത് പണ്ട് കാലങ്ങളിലേക്ക് വൺ ടൈം ടെസ്റ്റ് ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. റിട്ടൺ എക്സാമിനേഷൻ, SSLC മുൻപ് കാലങ്ങളൊക്കെ SSLC എക്സാമിനേഷൻ മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസോ അതേപോലെ തന്നെ ഈ ഗെയിംസുകളോ ഡ്രാമ ആർട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഇങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ഉണ്ടായിരുന്നില്ല. പകരം ഫൈനൽ ഇയർ എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് കിട്ടുന്ന മാർക്ക്, ആ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വാല്യുവേഷൻ മാത്രമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ നടത്തുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് എന്ന് പറയുന്നത് അസസ്മെന്റ് മെത്തേഡിനെയാണ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടത്തുന്ന മെത്തേഡിനെയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് means evaluation happen regularly throughout the course to track progress. Continuous ആണ്. എങ്ങനെ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്? ആ കോഴ്സ് ഉടനീളം പല ഘട്ടങ്ങളിലായിട്ട് റെഗുലർ ആയിട്ട് നടത്തുന്ന എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റുകൾ. അതെന്തുമാവാം, എക്സാമിനേഷൻ ആവാം, ടെസ്റ്റ് ആവാം, ഒബ്സർവേഷൻ ആവാം, പിന്നെ ക്വസ്റ്റ്യനിങ് ആവാം, അങ്ങനെ എന്തും ആവാം. അത് കണ്ടിന്യൂസ് ആയിരിക്കും, ആ കോഴ്സ് ത്രൂ ഔട്ട് നടത്തുന്നതായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടർച്ചയായിരിക്കും എന്നുള്ളതാണ്. ആ കോഴ്സ് ത്രൂ ഔട്ട് തുടർച്ചയായിരിക്കും എന്നുള്ളതാണ്. ഒരു ഡിഗ്രി കോഴ്സ് നടത്തുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ മുതൽ 3rd ഇയർ വരെ എന്തുണ്ടാവും? ആ ത്രൂ ഔട്ട് അതുണ്ടാവും. അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവൽ ആണെങ്കിൽ 8, 9, 10 വരെ അത് ത്രൂ ഔട്ട് വാല്യുവേഷൻ ഉണ്ടാവും. അതായത് 9ാം ക്ലാസ്സിലാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതിൽ ആ 9ാം ക്ലാസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത് കണ്ടിന്യൂഷൻ വരുന്നുണ്ട്, അതിനെ ത്രൂ ഔട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയും ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എല്ലാ മേഖലയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് സ്കില്ല്, അതിനെ കൊഗ്നിറ്റീവ് ഡയമെൻഷൻ എന്ന് പറയും. രണ്ടാമത്തത് ഇമോഷൻസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്, അതിനെ അഫക്റ്റീവ് ഡയമെൻഷൻ എന്ന് പറയും. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്കില്ല്, അതിനെ കൊണേറ്റീവ് എന്നും പറയും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 3 തരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓവറോൾ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ആണ്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പല ക്ലാസ്സുകളായിട്ട് പറയുന്ന കരിക്കുലത്തിന്റെ സിസ്റ്റവും വരുന്നത്. കരിക്കുലർ, അക്കാദമികവും നോൺ അക്കാദമികവും ഹിഡൻ കരിക്കുലവും, ഇങ്ങനെ 3 തരംതിരിച്ചതൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഈ 3 വരുന്നത് ഏതിന്റെ ഭാഗമായിക്കൊണ്ടാണ്? ഈ ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് കരിക്കുലം കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലുമുള്ള അസസ്മെന്റ് ആണ് ഇതിൽ നടത്തുന്നത് എന്നുള്ളതാണ്. എല്ലാ മേഖലയിലുമുള്ള അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് ലെവൽ, അതിനെ കൊഗ്നിറ്റീവ് ലെവൽ എന്ന് പറയും. പിന്നെ ഇമോഷൻസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്, അതിനെ എഫക്റ്റീവ് മോഡൽ എന്ന് പറയും. മറ്റൊന്ന് പ്രാക്ടിക്കൽ സ്കിൽസ്, അതിനെ കൊനേറ്റീവ് എന്ന് പറയും. അതിനെ തന്നെയാണ് ഹിഡൻ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ത്രൂ വേരിയസ് ടൂൾസ് ലൈക്ക് പ്രൊജക്ട്സ്, ഡിസ്കഷൻസ്, പ്രൊവൈഡിങ് എ more complete picture of students learning.
ഓക്കെ, ഡിസ്കഷൻസിലൂടെയും പ്രൊജക്റ്റിലൂടെയും ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഒരു സെൻസ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ഈ ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട്. ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിന്റെ ഭാഗമായി കൂടി വന്നിട്ടുള്ളതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് എല്ലാ വേൾഡിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അസസ്മെന്റ് പ്രാക്ടീസ് കൂടിയാണ് ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എയിംസ് എന്നുള്ളത്, ഈ എയിംസ് കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിയുക വഴി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. എങ്കിലും ഞാൻ നോട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നുണ്ട്, അതുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്നുള്ളതാണ്. ടു മേക്ക് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, that is by assessing student learning at regular intervals throughout the period of instruction and providing feedback to teachers and students to improve both the teaching and learning. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് കുട്ടികൾക്കും കിട്ടുന്നുണ്ട്, ടീച്ചേഴ്സിനും കിട്ടുന്നുണ്ട്. അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ഇന്റർവെല്ലുകളായിട്ട് ത്രൂ ഔട്ട് അസസ്മെന്റ് നടത്തുന്നുണ്ട്. അതാണ് മെയിൻ എയിം ആയിട്ട് എടുത്ത് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം, കോംപ്രിഹെൻസീവ് ആയിട്ട് നടത്തണം. അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ടീച്ചേഴ്സിനും കിട്ടണം, കുട്ടികൾക്കും കിട്ടണം, പേരൻസിനും കിട്ടണം. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ എയിം ആയിട്ട് എടുത്ത് പറയുന്നത്. Then to lay emphasis on thought process, കുട്ടികളുടെ തോട്ട് പ്രോസസ്സ് ബൂം ചെയ്യുന്നതായിരിക്കണം, കുട്ടികളുടെ ചിന്താതലം വളർത്തുന്നതായിരിക്കണം, ലേണിംഗ് വളർത്തുന്നതായിരിക്കണം, നോളജ് ഉയർത്തുന്നതായിരിക്കണം, ചിന്താതലം വളർത്തുന്നതായിരിക്കണം, സ്റ്റോമിംഗ് നടത്തുന്നതായിരിക്കണം, അതായത് ബ്രെയിൻ സ്റ്റോം നടക്കുന്നതായിരിക്കണം. കുട്ടികൾ ചിന്തകളും കുട്ടികൾ ആശയങ്ങളും കുട്ടികൾ കോൺസെപ്റ്റുകളും ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ലാതെ മെമ്മറൈസിങ്ങിനല്ല ഇമ്പോർട്ടൻസ്, കൂടുതൽ ഇമ്പോർട്ടൻസ് മെമ്മറൈസിംഗ് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല, മറിച്ച് അതിനല്ല ഇമ്പോർട്ടൻസ്, കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ്? തോട്ട് പ്രോസസ്സിനാണ്. Then to eliminate subjectivity, ഈ സബ്ജക്ടിവിറ്റിയും ഒബ്ജക്ടിവിറ്റിയും തമ്മിലുള്ള സംഭവം എന്താണ്? സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയപരമായിട്ടുള്ള കാര്യമാണ്, അത് ഇൻടാഞ്ചിബിൾ ടൈപ്പിലുള്ളതിനെയാണ് സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അശാസ്ത്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ സബ്ജക്റ്റീവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഒബ്ജക്റ്റിവിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ശാസ്ത്രത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, റാഷണലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, തിങ്കിങ് ലെവലിന് കൊടുക്കുന്നു, ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു, അതേപോലെ തന്നെ അനലിറ്റിക്കൽ തിങ്കിങ്ങിന് കൊടുക്കുന്നു. ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള റാഷണബിലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സബ്ജക്റ്റിവിറ്റിയേക്കാൾ. മോറൽ പോലുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള മാറ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പ്രാക്ടിക്കൽ സെൻസിലാണ് ഏതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മൊറാലിറ്റിക്കും ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കും മറ്റുമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദെൻ കണ്ടിന്യൂലി മോട്ടിവേറ്റഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? കണ്ടിന്യൂലി മോട്ടിവേറ്റഡ്. To keep students continually motivated to learn throughout the academic year. ആ അക്കാദമിക് ഇയറിൽ ത്രൂ ഔട്ട് കുട്ടികളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ളതിനാണ് അതും ഒരു എയിം ആയിട്ട് നടക്കുന്നു. Then to encourage students to participate in co-scholastic activities besides achieving scholastic proficiency. ഈ സ്കോളാസ്റ്റിക് പ്രൊഫിഷ്യൻസി എന്താണ്? സ്കോളാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്കോളാസ്റ്റിക് എന്ന് പറയുന്നത്, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സ്കോളാസ്റ്റിക് എന്ന് പറയുന്നത്. നോൺ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളാണ് കോസ്കോളാസ്റ്റിക് എന്ന് പറയുന്നത്. ആർട്സ്, സ്പോർട്സ്, ഗെയിംസ് അങ്ങനത്തെ പറയുന്ന സാധനങ്ങളെയാണ് കോസ്കോളാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്കോളാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉയർത്താനും തിങ്കിങ് ലെവൽ ഉയർത്താനും ക്രിട്ടിക്കൽ തിങ്കിങ് ഉയർത്താനും ഒക്കെ തക്കതായിട്ടുള്ളതിനെയാണ് കോസ്കോളാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോസ്കോളാസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഏതോടൊപ്പം? സ്കോളാസ്റ്റിക്സിനോടൊപ്പം പഠനം, നമ്മൾ അക്കാദമികപരമായിട്ടുള്ള പഠനത്തിനോടൊപ്പം തന്നെ കോസ്കോളാസ്റ്റിക്സിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ടു ഹെൽപ്പ് ദ ടീച്ചർ ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് ബിസൈഡ്സ് based on the feedback received from the assessments of students learning. അസസ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ തക്കതായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ആരെടുക്കണം? ടീച്ചേഴ്സ് എടുക്കണം. ടു അസസ് സ്റ്റുഡൻസ് മൾട്ടിഫേസറ്റഡ് ഡെവലപ്മെന്റ് എന്നാണ്. മൾട്ടിഫേസറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡയമെൻഷനുകളിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് കുട്ടികൾ ഉയർത്തേണ്ടത് എന്നുള്ളത്. അതായത് നമ്മൾ ഡൊമൈൻസുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു തരത്തിലുള്ള എല്ലാ ഡയമെൻഷനിലുള്ള
ഉയർച്ച കുട്ടികൾ ഉണ്ടാക്കുക. ടു മേക്ക് ദി പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എ ലേണർ സെന്റേഡ് ആക്ടിവിറ്റി. ലേണർ സെന്റേഡ് ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ടീച്ചർ സെന്റേഡ് ആക്ടിവിറ്റീസിനല്ല ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടീച്ചർ സെന്റേഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് മോഡലാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ലേണർ സെന്റേഡ് ആക്ടിവിറ്റീസ് ആണെന്നുള്ളതാണ്. ഈ ലേണർ സെന്റേഡ് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖല തന്നെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചും അതേപോലെ തന്നെ അതിന്റെ അസസ്മെന്റ് ക്രൈറ്റീരിയയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും എയിംസുകൾ നമ്മൾ ഏതിന്റെ ഭാഗമായിട്ട് കൊണ്ട് എടുത്ത് പഠിക്കണം, ഇതിന്റെ ഭാഗമായിട്ട് എടുത്തുകൊണ്ട് പഠിക്കണം. നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കോൺസെപ്റ്റ്സ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്താണെന്നും അതേപോലെ തന്നെ എയിംസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്താണെന്നുള്ളതുമാണ്. ഇനി നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരുന്ന മറ്റു പോയിന്റ്സുകളാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫംഗ്ഷൻസ്, മെറിറ്റ്സ്, ഡിസഡ്വാൻറ്റേജസ്. അത് ഞാൻ നോട്ട് തരാം. ഈ നോട്ട് പ്രകാരം നിങ്ങൾ വായിച്ചിട്ട് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കിയിട്ട് എക്സാമിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ CC കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ 8-10 ക്യാരക്ടറിസ്റ്റിക്സ്, 11ഓളം ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ നോട്ട് ചെയ്തിരുന്നുണ്ട്. അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസിനും ഏകദേശം ഒരു 8-10 ഫംഗ്ഷൻസ് വരുന്നുണ്ട്, 8ഓളം ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെറിറ്റ്സിനുമുണ്ട് 7 മെറിറ്റ്സ്, ഡിസഡ്വാൻറ്റേജസിനുമുണ്ട് അതേപോലെ തന്നെ 5ഓളം ഡിസഡ്വാൻറ്റേജസ്. ഇനി അതേപോലെ തന്നെ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ടീച്ചേഴ്സ് ഷുഡ് നോട്ട് സ്പെൻഡ് മോർ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ കണ്ടക്ടിങ് അസസ്മെന്റ് ടെസ്റ്റ്സ് അലോവിംഗ് ഫോർ ദി ഡിക്രീസ് ഇൻ ദ ക്വാണ്ടം ഓഫ് ടൈം അവൈലബിൾ ഫോർ റെഗുലർ ക്ലാസ് റൂം ടീച്ചിങ്. ക്ലാസ് റൂം ടെസ്റ്റ് ടീച്ചിങ്ങിന് ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ പ്രവൃത്തിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ അസസ്മെന്റ് കൂടുതൽ ഫോക്കസ് ഒന്നും, കുറെ അസസ്മെന്റ് നടത്തണം എന്നുള്ളത് അതൊക്കെ കുറച്ച് ക്ലാസ് റൂം ഒക്കെ കുറച്ച് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വർക്ക് ചെയ്യിപ്പിച്ച് സ്വയം പിന്നെ കുട്ടികളിൽ പഠനം ഉണ്ടാക്കിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അധ്യാപകരുടെ റോള്. അതായത് ഗൈഡൻസ് കൊടുക്കുക മാത്രമാണ് അധ്യാപകർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്കഫോൾഡ്, ഒരു കൈത്താങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, അതിനോട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. അതിനും ഉപയോഗിക്കേണ്ട മാർഗങ്ങൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. കൊളാബറേറ്റീവ്, കോപ്പറേറ്റീവ്, ഡിസ്കഷൻസ്, ഇങ്ങനത്തെ സാധനങ്ങൾ, ആ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പോലും എന്തുണ്ട്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് കൂടുതൽ അസസ്മെന്റ് കൂട്ടുകയോ അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കൂട്ടുകയോ ചെയ്യാതെ മറിച്ച് കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. Findings of assessment tests regarding students attending should be entered in the proper registers then and there without any delay. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഫൈൻഡിങ്സ് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ അതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള ഡിലേ വരുത്തത് അപ്പം അതെന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ അതും എന്ത് ചെയ്യും, മറന്നുപോകും. കാരണം എന്താണ്, അതൊക്കെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് ഏതിന്റെ ഭാഗത്താണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ ബുദ്ധിമുട്ടാവും. നമ്മൾ സബ്ജക്റ്റ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ആ സിലബസിലുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് അതിനുണ്ടാവും, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. മറ്റേ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അപ്പം എന്ത് ചെയ്യണം, നമ്മളത് അതാത് സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡിക്കലായി പോകണം. ടീച്ചേഴ്സ് ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് ഫെയർ ഇൻ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് പെർഫോമൻസ്. വ്യക്തിപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും എന്തിൽ വരുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, നമ്മൾക്ക് ഞാനൊക്കെ അസസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ അതിലേക്ക് കടന്നു വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസും അതിൽ വരാൻ പാടില്ല. ജെനുവിൻ ആയിട്ടുള്ള എന്താണോ അതിൽ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള ബയാസും അതിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം, ഫുൾ ടൈം അതിൽ ഹോണസ്റ്റ് ആയിരിക്കുക, ഫെയർ ആയിട്ടുള്ള വാല്യുവേഷൻ നടത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടീച്ചേഴ്സ് ഷുഡ് നെവർ യൂസ് അസസ്മെന്റ് ആസ് എ ടൂൾ ടു ഡിസിപ്ലിൻ ദ സ്റ്റുഡൻസ്. അസസ്മെന്റിനെ ഉപയോഗിച്ചിട്ട് കുട്ടികളുടെ ഡിസിപ്ലിൻ വളർത്താൻ വേണ്ടുന്ന ഒരു ടൂളായിട്ട് അസസ്മെന്റ് ഉപയോഗിക്കരുത്. അസസ്മെന്റ് ഉണ്ട്, പിന്നെ ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ നന്നായി പഠിച്ചോ, നിങ്ങൾ നന്നായി ചെയ്തോ, അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഡിസിപ്ലിൻ ആക്കുക, അതായത് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് സ്ട്രെസ് കൊടുക്കരുത്, മറിച്ച് കുട്ടികൾക്ക് അതിൽ ആവശ്യകത വളർത്തി കൊടുക്കണം. അത് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്ന രീതിയിലുള്ളത് ഉണ്ട്, അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അതിന്റെ സ്കോപ്പ് പറഞ്ഞു കൊടുക്കണം, അതിന്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം. അല്ലാതെ ഞാൻ ടെസ്റ്റ് നടത്തും, നിങ്ങൾ നന്നായി പഠിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിനുള്ള ഒരു ടൂളായിട്ട് ഈ പറഞ്ഞ സാധനത്തെ ഉപയോഗിക്കരുത്. ടീച്ചേഴ്സ് ഷുഡ് പ്രൊവൈഡ് പ്രോപ്പർ ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദി ഫൈൻഡിങ്സ് ഇൻ ദി അസസ്മെന്റ് റിപ്പോർട്ട് ആൻഡ് ടേക്ക് മെഷേഴ്സ് ടു ഇംപ്രൂവ് സ്റ്റുഡൻസ് ലേണിംഗ്. Teachers should inform the parents of students now and then about the learning progress of their wards and secure their cooperation in improving students' performance further.
അതായത് നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ നമ്മുടെ പേരൻസിനെയും മറ്റു ഹയർ അതോറിറ്റീസിനെയും അറിയിക്കാനുള്ള മാർഗം അവലംബിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവലംബിക്കുക വഴി മറ്റു കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിലുള്ള സപ്പോർട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ആരായുകയും അതിനനുസരിച്ച് നമുക്ക് ഒന്നും കൂടി ഉയർന്ന തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ കൂടി കഴിയും എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് യൂസ് ഓഫ്, അതായത് സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ടോപ്പിക് ആണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത്തെ ടോപ്പിക് ആണ് യൂസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ 7ഓളം പോയിന്റ്സുകൾ പറഞ്ഞു. നമ്മൾ 3 പോയിന്റ്സ് ആണ് മെയിൻലി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കോൺസെപ്റ്റ് എന്താണ്, എയിംസ് എന്താണ്, അതേപോലെ തന്നെ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്താണെന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ ഞാൻ നോട്ട് തരുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നതാണ് അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ്. സോ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലുകളും പിന്നെ സൈറ്റുകളും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇവയെല്ലാം നിങ്ങൾ പരമാവധി എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യുക, ഓരോ വീഡിയോയ്ക്ക് കീഴിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അഡീഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കീഴെ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ആൻസറോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അതിന്റെ ആൻസേഴ്സ് മറ്റു കുട്ടികളും അതിന് റീപ്ലൈ ആയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പഠന മെത്തേഡ് നിങ്ങൾ ഇതിലും അവലംബിക്കുക. നിങ്ങൾക്ക് പരസ്പരം എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. Thank you all the very best.